ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബ്യൂട്ടി ഐസ് ക്യൂബ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ മസാജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐസ് ക്യൂബാണിത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും മുഖത്ത് ചുളിവുകളും വരകളും ഒക്കെ വരാതിരിക്കാനും എന്നും ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐസ് ക്യൂബാണിത്. പിന്നെ അത് കൂടാതെ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറിക്കിട്ടാനും പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടാനും സൺ ടാൻ മാറിക്കിട്ടാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗ്രീൻ ടീ ആണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ ടീ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും എടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ കുറേ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് വെള്ളം എടുക്കുന്നതിനോടും കുഴപ്പമില്ല. അപ്പോൾ ഗ്രീൻ ടീ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കറ്റാർവാഴയുടെ ജെല്ലെടുക്കാം. ഇത്രയും വലിപ്പമുള്ള ഒരു കറ്റാർവാഴയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് ചേർക്കുകയെന്നുണ്ടെങ്കിൽ 100% ശുദ്ധമായിട്ടുള്ളത് മാത്രം നിങ്ങൾ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജെല്ലെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ജെല്ലെടുക്കുന്നത്. ഇങ്ങനെ എടുക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ കിട്ടും. ഇത്രയും ജെല്ലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ കറ്റാർവാഴ നല്ലപോലെ അരച്ചെടുത്തു. ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു തണുത്തിട്ടുള്ള ഗ്രീൻ ടീ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഐസ് ക്യൂബിൻ്റെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ആഴ്ച വരെ നമുക്ക് കേടുകൂടാതെ ഇരിക്കുന്ന ഒരു ഐസ് ക്യൂബാണിത്. ഫ്രീസറിൽ തന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്യണം. നമ്മുടെ സ്കിന്നിന് അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐസ് ക്യൂബ് തന്നെയാണിത്. മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ കണ്ണിൻ്റെ ഭാഗങ്ങളിൽ ഇത് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മുഖക്കുരു ഉള്ളവർക്കും ഏറ്റവും എഫക്റ്റീവാണ്. മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരുവിൻ്റെ പാടുകൾ മാറിക്കിട്ടാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ക്യൂബൊക്കെ സെറ്റായ ശേഷം ദിവസവും ഓരോ ഐസ് ക്യൂബ് എടുത്തിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാം. ഇനി ദിവസവും 2 നേരം വെച്ചിട്ട് മസാജ് ചെയ്യുന്നതും കുഴപ്പമില്ല. ഏറ്റവും നല്ലത് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന സമയത്ത് മുഖം ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് കഴുകി കളയരുത്. ഒരു 10 മിനിറ്റെങ്കിലും ഇതങ്ങനെ മുഖത്ത് വെച്ചിരിക്കുക. അതിനുശേഷം മാത്രം മുഖം കഴുകുക. ഇങ്ങനെയാണ് ഈ ഒരു ഐസ് ക്യൂബ് യൂസ് ചെയ്യേണ്ടത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്